റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത്. റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തി. മോസ്കോയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യത്തെയും വിദേശകാര്യമന്ത്രിമാർ ഈ വർഷം നടത്തുന്ന 6ാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. പുടിൻ്റെ സന്ദർശനത്തിനുള്ള പദ്ധതികൾക്ക് അന്തിമരൂപം നൽകുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. അതിനൊപ്പം പ്രതിരോധം ഉൾപ്പെടെയുള്ള പ്രധാന കരാറുകൾ തയ്യാറാക്കുകയും കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമായിരുന്നു. ജയ്ശങ്കറുടെ മോസ്കോ സന്ദർശനത്തിനിടെ പുടിൻ്റെ അടുത്ത സഹായി നിക്കോളാസ് പട്രൂഷേവ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും അവരുടെ കൂടിക്കാഴ്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലാവ്റോവുമായുള്ള കൂടിക്കാഴ്ചകൾ പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ യോജിച്ചു പോകാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ജയ്ശങ്കർ പറഞ്ഞതായി ANI റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും സങ്കീർണമായ ആഗോള സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യയും റഷ്യയും പരസ്പരം തുറന്ന് സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷം ഇതുവരെ 6 തവണ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചകൾ ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രധാനപ്പെട്ട പ്രാദേശിക ആഗോള ബഹുരാഷ്ട്ര വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കിടുന്നതിനും വളരെയധികം സഹായകരമായിട്ടുണ്ട്, ജയശങ്കർ പറഞ്ഞു. പ്രസിഡന്റ് പുടിൻ അടുത്ത മാസം ഇന്ത്യയിലെത്തുന്നതിനായി ഇരുപക്ഷവും ഒരുങ്ങുന്നതിനാൽ ഈ കൂടിക്കാഴ്ച കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഔദ്യോഗികമായി തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഡിസംബർ ആദ്യവാരം സന്ദർശനം പ്രതീക്ഷിക്കുന്നു. 23ാമത് വാർഷിക ഉച്ചകോടിക്കായി പ്രസിഡന്റ് പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിനായി ഞങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഈ പ്രത്യേക അവസരം എനിക്ക് കൂടുതൽ പ്രധാനമാണ്, ജയ്ശങ്കർ പറഞ്ഞു. പുടിൻ്റെ സന്ദർശന വേളയിൽ നിരവധി ഉഭയകക്ഷി കരാറുകൾക്ക് അന്തിമരൂപം നൽകും. മാത്രമല്ല പുതിയ സംയുക്ത പദ്ധതികൾ പ്രഖ്യാപിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ശ്രമങ്ങൾ ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് പങ്കാളിത്തത്തിന് കൂടുതൽ കരുത്തും ഘടനയും നൽകുമെന്നും ജയ്ശങ്കർ പറഞ്ഞു. യുക്രൈൻ സംഘർഷം, മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി, അഫ്ഗാനിസ്ഥാനിലെ സംഭവവികാസങ്ങൾ എന്നിവയുൾപ്പെടെ ലോകവിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരു മന്ത്രിമാരും കൈമാറുമെന്നും ജയ്ശങ്കർ പറഞ്ഞു. സങ്കീർണമായ ആഗോള സാഹചര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തുറന്ന മനസ്സോടെ ഞങ്ങൾ കൈമാറും. അതിൽ യുക്രൈൻ സംഘർഷവും മിഡിൽ ഈസ്റ്റും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുന്നു, ജയ്ശങ്കർ പറഞ്ഞു. നിലവിലുള്ള സംഘർഷങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സമീപകാല ശ്രമങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി ജയ്ശങ്കർ പറഞ്ഞു. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന SCO പ്രധാനമന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ജയ്ശങ്കർ ഇപ്പോൾ മോസ്കോയിലാണ്. SCO നേതാക്കളുടെ സന്ദർശന വേളയിൽ പ്രസിഡന്റ് പുടിനും അവരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യയെ US സമ്മർദ്ദത്തിലാക്കുന്ന സമയത്താണ് ഈ കൂടിക്കാഴ്ച. US ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ സംഭാഷണത്തിനിടെ വ്യാപാരവും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചതും ചർച്ചയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ റഷ്യ ബന്ധം വളരെ കാലമായി സ്ഥിരതയോടെ നിൽക്കുന്നുണ്ടെന്നും ജയ്ശങ്കർ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണിയിൽ ഇന്ത്യൻ ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് എണ്ണ ഇറക്കുമതി തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്.